ഹലോ ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഇമേജ് കണ്ടില്ലേ? ഈ ഇമേജിലുള്ള ഈ ഒരു ലേഔട്ട് നമ്മൾ HTML, CSS വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഫ്ലോട്ട്, ഡിസ്പ്ലേ ഫ്ലെക്സ്, അതുപോലെ ഡിസ്പ്ലേ ഗ്രിഡ്. അപ്പോൾ 3നും 3 ഗുണങ്ങളുണ്ട്. ഓക്കെ. അതുപോലെ 3നും അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ പ്രോപ്പർട്ടീസ് നിറയെ ഉണ്ട്. ഇപ്പം നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പം ഫ്ലെക്സ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാനിത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. ഈ ഒരു ലേഔട്ട് എങ്ങനെ ചെയ്തെടുക്കാം ഈ 3 പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓക്കെ. നമുക്ക് ആദ്യം ഫ്ലോട്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ഒരു ലേഔട്ടിലോട്ട് നമുക്ക് HTML, CSS യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ. ആദ്യമായിട്ട് ഞാൻ ഒരു മെയിനായിട്ടൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ചൈൽഡായിട്ട് ഒരു 7 ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഓരോന്നിനും ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ഈ style.css ഞാൻ ആ ചൈൽഡിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ഒരു ഹൈറ്റും ജസ്റ്റ് ഒരു പാഡിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ബോക്സായിട്ട് നമുക്ക് കാണാൻ വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി. ഓക്കെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ജസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സെലക്ടർ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുത്തു. ഫ്ലോട്ടിന് ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളിവിടെ ലെഫ്റ്റ് മാത്രം തന്നെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ആ ലേഔട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. പിന്നെ ഫ്ലോട്ട് ലെഫ്റ്റ് ഇട്ടിട്ട് റൺ കൊടുക്കാം. എന്താ വരുന്നതെന്ന് കാണാമല്ലോ. ഓക്കെ. കണ്ടോ, ഇങ്ങനെ വരും. ഇത് നമ്മുടെ ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഓവർറൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു ബിഹേവിയറാണ് ഈ ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ദെൻ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഡിവ് ഫുൾ വിഡ്ത്ത്, സെക്കൻഡ് 25%, തേർഡ് ഒരു 75, അങ്ങനെ അതാണ്. ഓക്കെ. നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിഡ്ത്ത് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഓക്കെ. ചൈൽഡ് ഫുൾ കോളൻ എന്ത് ചൈൽഡ് ഓഫ് 1. ഓക്കെ. ഈ എന്ത് ചൈൽഡ് 1 പകരം നമുക്ക് ഫസ്റ്റ് ചൈൽഡ് എന്ന് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. വിത്ത് 100%. ഇത് റൺ ചെയ്യുമ്പം നമുക്ക് എന്ത് വരും നോക്കാം. ഓക്കെ. കണ്ടോ, ഫസ്റ്റ് ഡിവ് ഫുൾ വിഡ്ത്തായി. ദെൻ നമുക്ക് സെക്കൻഡ് എന്ത് ചൈൽഡ് 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ. അവിടെ നമുക്കൊരു 25% സെറ്റ് ചെയ്യാം. ഓക്കെ. റൺ ചെയ്യുമ്പോൾ കണ്ട, അതുപോലെ ബാക്കിയുള്ള വിഡ്ത്തുകളും സെറ്റ് ചെയ്യാം. തേർഡ് ചൈൽഡ് 75, ഫോർത്ത് ചൈൽഡ് 50. ഓക്കെ. ഫിഫ്ത്ത് ചൈൽഡ് 50. ദെൻ റൺ ചെയ്യാം. ഓക്കെ. ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റോയും കൂടി വേണം. $75. $75 25%. ഓക്കെ. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും അല്ലേ? ഓൾമോസ്റ്റ് സെയിം അല്ലേ? ആ ലേഔട്ട് കിട്ടും. നമുക്ക് ഇനിയും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. കോഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പം 25% രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഓക്കെ. നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഓക്കെ. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ എന്താ പ്ലാൻ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, റീയൂസ് ചെയ്യാൻ. ഓക്കെ. ഇപ്പോൾ 25 ഇനി 75 വരുന്നതിനെ പിടിച്ചാണെങ്കിൽ ഒന്നിച്ചാക്കാം. ഓക്കെ. കണ്ട, ഇനിയിപ്പോൾ വേണമെങ്കിൽ 4നെയും 5നെയും കൂടി നമുക്കതുപോലെ തന്നെ ആക്കാം.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ട് വെച്ചിട്ട് ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ഒരു ലേഔട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഫ്ലെക്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേരൻറ്റിനാണ് മെയിൻ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഡോട്ട് മെയിൻ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എങ്ങനെ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, എല്ലാം ഒറ്റ റോയിൽ വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ചൈൽഡിനെ ഫുൾ വിഡ്ത്ത് ആക്കണം അല്ലേ, ഇവിടെ കാണിച്ച പോലെ കാണിച്ചു. ഡോട്ട് ചൈൽഡ് ഫുൾ കോളൻ ചൈൽഡ് 1. ഓക്കെ, ഇവിടെ നമ്മൾ ഇടുന്നത് ഫ്ലെക്സ് ഫുൾ കോളൻ 00100%. ഇതാണ് ഇടുന്നത്. ഇപ്പോൾ ഇടുമ്പം നമുക്കൊരു ഇഷ്യൂ കൂടി ഉണ്ടാവും, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഫുൾ വിഡ്ത്ത് വന്നു, പക്ഷേ ബാക്കിയുള്ള 2 3 4 5 ഒന്നും നെക്സ്റ്റ് ലൈനിലോട്ട് പോയിട്ടില്ല. ഓക്കെ, അത് പോകാൻ വേണ്ടി ഒരു പ്രോപ്പർട്ടി പറയാം, ഫ്ലെക്സ് റാപ്പ്. ഓക്കെ, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി 1 അല്ല, ഒരു ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, അത് ഫുൾ വിഡ്ത്ത് വന്നു, ബാക്കി 2 3 4 5 6 7 നെക്സ്റ്റ് ലൈനിൽ വന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ഫ്ലെക്സ് 00100% എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് 0 എന്ന് പറയുന്നത് ഫ്ലെക്സ് ഗ്രോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഫ്ലെക്സ് ഷ്രിങ്ക്, അതുപോലെ മൂന്നാമത്തേത് ഫ്ലെക്സ് ബേസിസ് ആണ്. ഓക്കെ, ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു കണ്ടെയ്നറിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ, എക്സ്ട്രാ മറ്റേ റൈറ്റ് സൈഡിലോട്ട് സ്പേസ് ഉണ്ടെങ്കിൽ, ആ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാട്ടോ. ഇത് നമുക്ക് ഫ്ലെക്സ് ഡയറക്ഷൻ, റോ റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രോപ്പർട്ടി. അപ്പം നമുക്ക് അതിൻ്റെ ഡയറക്ഷനിൽ സ്പേസ് ഉണ്ടെങ്കിൽ, ഏത് ഡയറക്ഷനാണ് എടുക്കുന്നത് അതിൻ്റെ ഡയറക്ഷനിൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിലോട്ട് ഇത് സ്ട്രെച്ച് ആവും. അതുപോലെ നമുക്ക് ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കണ്ടെയ്നർ കുറച്ച് വിട്ടേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇതിനൊരു വിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് 200 പിക്സൽ. പക്ഷേ അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഷ്രിങ്ക് ആവണം. 1 ആണെങ്കിൽ ഇത് ഷ്രിങ്ക് ആവും, അതായത് ഇച്ചിരി കൂടി ചെറുതാവും അതിനേക്കാളും, കണ്ടെയ്നറിനേക്കാളും. അതിനാണ് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫ്ലെക്സിനെ കുറിച്ച് കൂടുതൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ നമുക്കിനി എല്ലാ ചൈൽഡിൻ്റെയും സെറ്റ് ചെയ്തു തരാം. ഓക്കെ, ചൈൽഡ് 1 2, ഇനി സെക്കൻഡ് ചൈൽഡിന് നമുക്കൊരു 25%. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ വരും. ഓക്കെ, ഇതുപോലെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. 25 75 തേർഡ് ചൈൽഡ് അല്ല. ഓക്കെ, തേർഡ് ചൈൽഡ്. ഇനി ഫോർത്ത് ചൈൽഡിന് നമുക്ക് 50%. ഫോർത്ത് ചൈൽഡിന് 50, ഫിഫ്ത്ത് ചൈൽഡിന് 50, സിക്സ്ത് ചൈൽഡിന് 75, സെവൻത്ത് ചൈൽഡിന് 25. ഓക്കെ, റൺ ചെയ്താൽ നമ്മുടെ ഒരു ലേഔട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ റെസ്പോൺസ് കാണിക്കാം. ഓക്കെ, ഇതുണ്ട്, എത്ര നമ്മൾ ചെറിയ സ്ക്രീനാണെങ്കിൽ ഈ ഒരു വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ചൈൽഡ് ഒരു മിനിമം വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഡോട്ട് ചൈൽഡ് എല്ലാ ചൈൽഡിനും. ഓക്കെ, മിൻ വിഡ്ത്ത് 150px. ഓക്കെ, ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നോക്കാം. നമ്മളിത് ചെറുതാക്കാൻ പോണേ. കണ്ട, അത് 150 താഴോട്ട് ഡിവ് ചെറുതാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഡിവുകൾ തൊട്ട് താഴോട്ട് പോകും. ഓക്കെ, ഇതാണ് ഈ പ്രോപ്പർട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫസ്റ്റ് 0 ഉണ്ട്, ഫ്ലെക്സിലൂടെ വാല്യൂ 0 മാറ്റി 1 ആക്കി കൊടുത്തു നോക്കാം. ഓക്കെ, 1
1 1 1 1 1 ഓക്കെ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഇപ്പം നമുക്ക് 150 സ്പേസിന് താഴോട്ട് ഡിവിന് വരുവാണെങ്കിൽ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് ഫുൾ വിഡ്ത്തിലോട്ട് മാറും. അതായത് മിനിമം വിഡ്ത്ത് 150 താഴോട്ട് പോകില്ല. പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ന്യൂ ലൈനിൽ പോയിട്ട് ബാക്കിയുള്ള സ്പേസും കൂടി എടുത്ത് ഫില്ലായിട്ട് നിൽക്കും. കണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ലേഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ഡിസ്പ്ലേ ഗ്രിഡ് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലേഔട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഫ്ലെക്സി യൂസ് ചെയ്ത പോലെ തന്നെ പേരൻറ്റിനാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നത്. ഡോട്ട് മെയിൻ ഡിസ്പ്ലേ ഗ്രിഡ്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കണ്ടോ, ഒന്നും സംഭവിച്ചില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളം സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനായിട്ട് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും നമ്മുടെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കുറഞ്ഞ ഒരു വിഡ്ത്ത് നമ്മൾ 25 ആയിട്ടാണ് ബാക്കിയുള്ളതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 25% എന്ന് പറയുമ്പം ഒരു റോയിൽ 4 കോളമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, റിപ്പീറ്റ്, നമുക്ക് 4 കോളമാണ് വേണ്ടത്. അതുപോലെ ഈക്വലും ആയിരിക്കണം 1 FR. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. കണ്ട, 25% വിഡ്ത്തുള്ള രീതിയിൽ ഈക്വൽ വിഡ്ത്തിൽ നമ്മുടെ ചൈൽഡ് എലമെൻറ്റ്സ് എല്ലാം സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ലേഔട്ട് അനുസരിച്ചിട്ട് ഫസ്റ്റിന് 100%, സെക്കൻഡിന് 25%, അങ്ങനെയാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് വെച്ചിട്ട് ഉള്ളതല്ലാത്തൊരു രീതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിഡ്ത്തല്ല നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. ഓക്കെ, ചൈൽഡ് ഫുൾ കോളൻ എന്ത് ചൈൽഡ് ഓഫ് 1. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഗ്രിഡ് കോളം. ഓക്കെ, പ്രോപ്പർട്ടിയുടെ എത്ര വിഡ്ത്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് എത്ര കോളംസ് നമ്മൾ എടുക്കുന്നു എന്ന് ബേസ് ചെയ്തിട്ട്. ഓക്കെ, കോളത്തിൽ ഇപ്പം നമ്മളിവിടെ 4 കോളം ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേറ്റ് ചെയ്തേക്കുന്നുണ്ടോ? അപ്പോൾ അതിനെ നമ്മൾ ട്രാക്ക് എന്ന് പറയും. ഫസ്റ്റ് ട്രാക്ക്, സെക്കൻഡ് ട്രാക്ക്, തേർഡ് ട്രാക്ക്, ഫോർത്ത് ട്രാക്ക്, ഫിഫ്ത്ത് ട്രാക്ക്. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് ഇതിൽ 5 ട്രാക്സ് ഉണ്ട്. മനസ്സിലായോ? അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഡ്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ട്രാക്കിൽ സ്റ്റാർട്ട് ചെയ്ത് 1 2 3 4 5 5ൽ എൻഡ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് സേവ് ചെയ്ത് നോക്കാം എങ്ങനെ വരും. കണ്ട, ഫുൾ വിഡ്ത്ത് കണ്ട. ഇതുപോലെ നമ്മൾ ഓരോന്നിനെയും ട്രാക്ക് സെറ്റ് ചെയ്യണം. സെക്കൻഡ് ചൈൽഡിന് നമുക്ക് സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡിൽ എൻഡ് ആവണം സെക്കൻഡ് ട്രാക്കിൽ. ഓക്കെ, മാറ്റമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട, ഇനി നമുക്ക് തേർഡ് ഡിവിനെ നമുക്ക് 75% വിഡ്ത്താക്കണം. അതായത് 2ൽ സ്റ്റാർട്ട് ചെയ്യണം. 2ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 3 4 5ൽ എൻഡ് ആവണം. ഓക്കെ, നോക്കാം. കേട്ടാ, ഇനി നമുക്ക് 4th 5th നമുക്ക് 50-50% ആക്കണം. ഓക്കെ, നമുക്ക് 4th ചെയ്യാം. 4th ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണം, സെക്കൻഡ് തേർഡിൽ എൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തു. കണ്ടോ, അത് 50% ആണ്. ഇനി നമുക്ക് 5th ചൈൽഡിനെ കൂടി നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. 5th ചൈൽഡിൽ നമുക്ക് ഇത് 3ൽ എൻഡ് ആയില്ലേ ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് 3ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
ഓക്കെ, കൺഫ്യൂഷൻ ആയിട്ട് ഇവിടെ പോയി കൗണ്ട് ചെയ്യാം. 1 2 3 3ലേക്ക് റൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 6th ചൈൽഡിന് നമുക്കൊരു 75% വിട്ട് വേണം. 6th ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4th എൻഡ് ചെയ്യണം അല്ലേ? 4th എൻഡ് ചെയ്യുമ്പോൾ നോക്കാം, കണ്ട ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫ്ലെക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രിഡിൻ്റെ കേസിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റിഫൈ കണ്ടൻറ്റും അലൈൻ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലേ ഔട്ട് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് തന്നെ ആയിരിക്കും. നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത് CSSൻ്റെ 3 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഒരു ഡിവിനെ ആണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നതാണ് അല്ലേ? ഫ്ലോട്ട്, ഡിസ്പ്ലേ ഗ്രിഡ്, ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ, ഇതിൽ നമ്മൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞത് വളരെ കാലമൊക്കെ മുന്നേ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് നോക്കാമെങ്കിൽ നൺ, ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് നോക്കാമെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ബോക്സ് ആണ്. അതിന് നമുക്ക് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിവുകൾ വളരെ ഈസി ആയിട്ട് ലേ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ, അല്ലെങ്കിൽ അലൈൻ ഐറ്റംസ്, എന്താ റോ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്ലെക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം മോസ്റ്റ് പോപ്പുലറായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഫ്ലെക്സ് ബോക്സ്. പിന്നെ നമുക്കുള്ളത് ഗ്രിഡാണ്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പക്ക പവർഫുള്ളാണ്. ഓക്കെ, ഇത് നമ്മൾ ചില കേസസിൽ നമ്മളിത് യൂസ് ചെയ്യും, പക്ഷേ മോസ്റ്റ് കേസ് ഫ്ലെക്സ് തന്നെയാണ്. ഇതിന് ചില ചില പർപ്പസൊക്കെ വന്നാൽ മാത്രമേ ഇങ്ങനെ ഈ ഗ്രിഡ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത കേസിൽ മോസ്റ്റ് കേസിൽ വെബ് ആപ്ലിക്കേഷൻ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ഫ്ലെക്സ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഇത് നമ്മൾ HTML CSS എന്ത് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിലും ഈ developer.mozilla.org കയറി നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സിമ്പിളായിട്ടുള്ള കുറേ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മലയാളത്തിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ വർക്ക് ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കാണിച്ച് ഇങ്ങനെ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫ്ലെക്സിനെ കുറിച്ചും ഗ്രിഡിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.